ഇമോഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ല ഫാമിലി എൻ്റർടൈനിങ്. നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഫൈറ്റ് ആയാലും ഇപ്പം നമ്മുടെ സൂര്യ എന്ന് പറയുമ്പം ആ ഏജ് ഒന്നും വരാതെ നല്ല ബോഡി ഫിറ്റാക്കി. മമിത നല്ല റോളായിരുന്നു കംപ്ലീറ്റ്. സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് സൂര്യകാന്ത് അഭിനയിച്ചിട്ടുണ്ട്. മമിത ബൈജു സൂപ്പർ ആട്ടാ, നല്ല സൂപ്പർ അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ ഡയറക്ഷൻ ക്യാമറ എല്ലാം ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. സൂപ്പർ സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. സൂര്യ ഇമോഷണലി അങ്ങ് തകർത്ത് കളഞ്ഞില്ല. അങ്ങനെയൊന്നുമില്ല. ഇത് എന്താണ്, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. പിന്നെ ആ ഒരു അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പോകാതിരുന്ന് കാണുന്നതാണ് നല്ലത്. പക്ഷേ ഫുൾ ഇമോഷണൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ട്. ഇല്ല അങ്ങനെ എനിക്കങ്ങനെ പേഴ്സണലി അങ്ങനെ ഒരു ഇഷ്ടമായിട്ട് തോന്നി. നല്ല കരഞ്ഞു. സൂര്യ നല്ല അഭിനയമായിരുന്നു. മമിതയും നല്ല അഭിനയമായിരുന്നു. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പിനേഷൻ നല്ല അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. എൻജോയ് ചെയ്തു. അത് നല്ലൊരു രണ്ടുപേരും കൊള്ളായിരുന്നു. ആവറേജ് രീതിയിലാണ് പോകുന്നത്. കുഴപ്പമില്ല. ആക്ടിങ് എല്ലാവരും നന്നായിട്ടുണ്ട്. സൂര്യ ആയാലും മമത ആയാലും എല്ലാവരും നന്നായിട്ടുണ്ട്. ഇമോഷണൽ സീൻസും എല്ലാം നല്ല രീതിയിലാണ് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഒരുമാതിരി ഇതായിപ്പോയി. കുഴപ്പമില്ലായിരിക്കും മൂവി. എല്ലാവരും നോക്കുന്നവർ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നാം. കുഴപ്പമില്ല. ഫാമിലി ഓഡിയൻസിനൊക്കെ എല്ലാം പക്ക ആയിട്ട് തന്നെയാണ്. ഫാമിലി ഓഡിയൻസിന് ഓക്കെയാണ് മൂവി. ഓക്കെയാണ്. ആക്ടിങ് എല്ലാം പക്ക. കുഴപ്പമില്ല. കൊള്ളാം. നല്ല സൂപ്പർ. നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരുടെയും നല്ല മൂവിയായിരുന്നു. ഇങ്ങനെയൊന്നുമില്ല. ഫാമിലിയായിട്ട് കാണാം. നല്ല മൂവിയാണ്. ഫാമിലി കാണാൻ പറ്റിയ മൂവിയാണ്. വിശ്വാസ സൗണ്ട്സ് അടിപൊളി പടം. അത് എടുത്തു പറയേണ്ടത് കാട്ടാക്കട നമ്മുടെ നമിത ബൈജുവിൻ്റെ അരിയാണ്. തകർത്ത് അഭിനയിച്ച് അടിപൊളി പടം. നല്ല കോമഡി. സൂര്യ സൂപ്പറല്ലേ, തകർത്തുകളെ. നല്ല അടിപൊളി പടം. അത് തന്നെ നമ്മുടെ നാട്ടുകാരിയാണ്, കാട്ടാക്കടക്കാരിയാണ് നമിത ബൈജു. അപ്പോൾ നല്ലോണം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല സിനിമ. സൂര്യ സൂപ്പർ. നല്ല സിനിമ. സൂര്യയല്ല, മമതയും പെൺപടകളാണ് സൂപ്പർ. ഫാമിലിക്ക് എല്ലാം കാണാൻ പറ്റും നല്ല സിനിമ. നന്നായിട്ടുണ്ടായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. സൂര്യ മമിതയൊക്കെ എങ്ങനെയാണ്? നന്നായിട്ടാണ്. നല്ലതായിരുന്നു. സൂര്യ എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. നല്ല പടം. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? നല്ല അഭിനയം. പടം സൂപ്പർ. നല്ല ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് കാണാം. സൂര്യ സൂപ്പർ. മനസ്സ് നിറഞ്ഞു. സൂര്യ എങ്ങനെയുണ്ട്? സൂര്യ അടിപൊളിയായിട്ടുണ്ട്. നല്ല അഭിനയം. കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഓക്കെ ആയിരുന്നു. ഫാമിലി ആയിട്ട് കാണാമോ? നല്ല സിനിമയായിരുന്നു. നല്ല റിവ്യൂ. മമിത നന്നായി അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ അടിപൊളി. എൻ്റർടൈൻമെൻറ്റ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? കൊള്ളാം. നല്ല പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു എൻ്റർടൈനർ ആ ഒരു മൈൻഡിൽ കണ്ടാൽ ഒരു എൻ്റർടൈനിങ്, ഒരു കോമഡി ഇമോഷണൽ, ഒരു ഫാമിലി എൻ്റർടൈൻ. എങ്ങനെയുണ്ട് സൂര്യ മമിത? നല്ലതാണ്. മമ്മി സൂര്യ പടം എങ്ങനെയുണ്ട്? നന്നായിട്ട്. സൂര്യ വളരെ നന്നായിട്ട്. ഫാമിലി ആയിട്ട് കാണാമോ? പിന്നെ ഫാമിലി ആയിട്ട് കാണാവുന്ന സിനിമയാണ്. സൂര്യ എങ്ങനെയുണ്ട്? സൂര്യ നല്ല പടമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. കിടു പടം. കോമ്പിനേഷൻ അടിപൊളിയാണ്. നല്ല കെമിസ്ട്രിയാണ്. അടിപൊളി. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലിയോടെ കാണാൻ പറ്റിയ പടമാണ്. കിടു വേറെ തന്നെ ഒരു വേർഷൻ ആയിരുന്നു. കൈൻഡ് ഓഫ് ലൈക്ക് ഫണ്ണുണ്ട്, കുറച്ച് ഇമോഷണൽ ആക്കും. എല്ലാം അടിപൊളിയാണ്. കാണാൻ നല്ല ഇതായിരുന്നു. അടിപൊളി. ഫാമിലി ആയിട്ട് കാണാം. ഫാമിലി ആയിട്ട് കാണാനുള്ള നല്ല പടം തന്നെ.